നമ്മുടെ ഒരു സാധാരണ പ്രത്യാശയാണ്. പക്ഷേ കർത്താവ് വെളിപ്പെടുന്നത് ഈ കൺമഷമില്ലാത്തവനുമായി സമാഗമിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അല്ലെ പിന്നെ അവനെ മണവാളനായിട്ട് വെളിപ്പെടുന്നു എന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. മണവാളനായിട്ടാണ് അവൻ വെളിപ്പെടാൻ പോകുന്നത്. അർത്ഥഗർഭമായ ഒരു ചിന്തയാണത്. യേശു മണവാളനായി വെളിപ്പെടും. യേശു മണവാളനാണെങ്കിൽ നമ്മൾ അവന്റെ മണവാട്ടിയാണ്. ഈ മണവാളൻ മണവാട്ടിയിൽ പ്രതീക്ഷിക്കുന്ന വിലപ്പെട്ട കാര്യം അവളുടെ ഡവറിയുടെ വലിപ്പമല്ല, അവളുടെ സൗന്ദര്യത്തിന്റെ തികവല്ല, മറ്റാടയാഭരണങ്ങളൊന്നുമല്ല, ഭൗതികതയുടെ സമൃദ്ധിയൊന്നുമല്ല. ഈ ഉത്തമ മണവാളൻ മണവാട്ടിയിൽ പ്രതീക്ഷിക്കുന്നത് അവൾ നിർമ്മല കന്യകയാണോ എന്നുള്ളതാണ്. നിർമ്മല കന്യകയല്ലെങ്കിൽ ഉണ്ടല്ലോ സമാഗമനം നടക്കത്തില്ല. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, ക്രിസ്തുവെന്ന ഏകപുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി എന്തോ ചെയ്തിട്ടുണ്ട്. വിവാഹ നിശ്ചയം കഴിഞ്ഞതാ കേട്ടോ. വിവാഹ നിശ്ചയം കഴിഞ്ഞത്. വിവാഹ നിശ്ചയത്തിനും, ശ്രദ്ധിക്കണേ അടുത്ത വാചകം, വിവാഹ നിശ്ചയത്തിനും വിവാഹത്തിനും ഇടയിലുള്ള ആ കാലദൈർഘ്യമുണ്ടല്ലോ, എത്ര സുന്ദരമായൊരു സമയമാണെന്നറിയാമോ? സ്വപ്നം കണ്ടു കഴിയുന്ന ആ അനുഗ്രഹീത സമയമാണ് പ്യുവർ ലവിന്റെ ടൈം എന്ന് പറയുന്നത്. ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ ഒരു കാലമാണ് നിശ്ചയത്തിനും വിവാഹത്തിനും ഇടയിലുള്ളൊരു കാലം. ഇത് യഹൂദന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യമാണ്. നമ്മുടെ പശ്ചാത്തലവുമായിട്ട് ഒട്ടും ചേരത്തില്ല, പ്രത്യേകിച്ച് ഈ ആധുനിക കാല പശ്ചാത്തലം. കാരണം തിങ്കളാഴ്ച പെണ്ണ് കാണുന്നു, ചൊവ്വാഴ്ച മനസ്സമ്മതം, ബുധനാഴ്ച കല്യാണം. ഇതാ നമ്മുടെ ഇടപാട്. പക്ഷെ യഹൂദനായ ഇടപാടില്ല. യഹൂദന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഏറ്റവും കുറഞ്ഞത് 10 മാസമെങ്കിലും കാത്തിരിക്കണം രണ്ടുപേരും. ഈ 10 മാസത്തിനിടയിൽ അവർക്ക് തമ്മിൽ കാണാൻ, സംസാരിക്കാൻ കുഴപ്പം ഒന്നുമില്ല. പക്ഷേ യാതൊരു വിധത്തിലുള്ളതായിരിക്കുന്ന ദോഷവും ഭവിക്കാൻ പാടില്ല. ഇവൾ അന്യപുരുഷന് വിധേയപ്പെടരുത്. തിന്മയായതൊന്നും ഭവിക്കാൻ പാടില്ല. ഈ കാലം അത്രയും വിശുദ്ധിയുടെ തികവിൽ കാക്കാൻ കഴിയണം. അങ്ങനെ വിശുദ്ധിക്ക് കോട്ടം വന്നാൽ ഈ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടവന് പിരിഞ്ഞു പോകുവാൻ വ്യവസ്ഥയുണ്ട്. അതാണ് അതിന്റെ സംഗതി. അവളെ അവൻ ഉപേക്ഷിക്കുക. അതിന്റെ ശക്തവും വ്യക്തവുമായ തെളിവാണ് മറിയ ഗർഭവതിയായെന്നറിഞ്ഞപ്പം യോസഫ് ഉപേക്ഷിക്കാൻ ഗൂഢമായി പ്ലാൻ ചെയ്തത്. മനസ്സിലായോ? ആ ചിന്തകളെല്ലാം കൂടി ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ പൗലോസ് പറയുന്നത് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഈ നിർമ്മല കന്യകയായിട്ട് മണവാളനുമായിട്ടുള്ള വിവാഹ സ്വപ്നങ്ങൾ കണ്ടു കഴിയുന്ന നിർമ്മല കന്യക എന്ന എക്ലീസിയായെ അഥവാ സഭയെ അവരുടെ ഏകാഗ്രതയിൽ നിന്ന് ദിശ മാറ്റേണ്ടതിന്, ഗതി മാറ്റേണ്ടതിനു വേണ്ടി ശ്രമിക്കുന്ന ഒരു വല്ലാത്ത പരിശ്രമം അണിയറയിലുണ്ട് എന്ന് പൗലോസ് 11-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് അവിടെ? 3 ദുരന്തങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. ആത്മീക തട്ടകത്തിൽ 3 ദുരന്തങ്ങൾ. പുനരാഗമനത്തിന്റെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവമക്കളെ തകർത്ത് കളയേണ്ടതിന് 3 ദുരന്തങ്ങൾ പൗലോസ് അവിടെ അക്കമിട്ട് പറയുന്നു. എന്താണ് ആ 3 ദുരന്തങ്ങൾ? ഇന്ന് രാത്രി അത് പ്രസംഗിക്കാൻ സമയമില്ലത് മറ്റൊരു പ്രസംഗമാണ്. നിങ്ങൾക്ക് പക്ഷേ അതിന്റെ പഠനക്കുറിപ്പ് ഞാൻ പരിചയപ്പെടുത്തി പോകാൻ ആഗ്രഹിക്കുന്നു. ദൈവസഭയുടെ ഏകാഗ്രതയിൽ നിന്ന് നശിപ്പിക്കാൻ ഒരു ഉദാഹരണം പൗലോസ് പറയുന്നത്, ഹവ്വായെ സർപ്പം ഉപായത്താൽ ചതിച്ച പോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് നിങ്ങളുടെ മനസ്സ് വഷളാക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതിന്റെ കാരണം പൗലോസ് പറയുന്നത് എന്താണെന്നറിയാമോ? ആ പഴയ പാമ്പ് ഹവ്വായെ പഴം കാട്ടി പ്രലോഭിപ്പിച്ചു എന്ന പോലെ ആ പഴയ പാമ്പ് പുതിയ 3 വിശേഷമായ പോരും പോരാട്ടവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതേതാ 3 പോരാട്ടമെന്നറിയാമോ? പൗലോസ് അക്കമിട്ട് പറയുന്നു, ഞങ്ങൾ പ്രസംഗിക്കാത്ത വേറൊരു യേശുവിനെ അവൻ അവതരിപ്പിക്കും. ഞങ്ങൾ പരിചയപ്പെടുത്താത്ത വേറൊരു ആത്മാവ്, ഞങ്ങൾ പറയാത്ത വേറൊരു വചനം. മനസ്സിലായോ? വേറൊരു ക്രിസ്തു, വേറൊരു ആത്മാവ്, വേറൊരു വചനം. ഈ വേറൊരു 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 എന്ന പ്രയോഗം കൊണ്ട് ഈ 3 കാര്യങ്ങളെ പൗലോസ് അക്കമിട്ട് നിരത്തുകയാണ്. എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ തെളിവില്ലാത്തൊരു ക്രിസ്തു പ്രചരിക്കപ്പെടുന്നുണ്ട്. വേദപുസ്തകത്തിൽ പറയാത്ത ഉപദേശത്തിൽ തെളിവില്ലാത്തതുമായ ആത്മാവ് വ്യാപരിക്കപ്പെടുന്നുണ്ട്. വേദപുസ്തകവുമായി പൊരുത്തമില്ലാത്തതും കുഞ്ഞുവാക്യം കൊണ്ട് പോലും തെളിവ് കൊടുക്കാനാവാത്തതുമായ ദുരുപദേശങ്ങളുടെ വ്യാപനമുണ്ട്. അപ്പൊ വേറൊരു ക്രിസ്തു, വേറൊരു ആത്മാവ്, വേറൊരു വചനം, ഇത് 3ഉം കൂടെ ആധുനിക ആത്മിക മണ്ഡലത്തെ വല്ലാതെ വികൃതമാക്കുമ്പോൾ അരുമനാഥനോടുള്ള കാഴ്ചപ്പാട് അകത്തു പ്രാപിച്ച് അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ ദേഹം, ദേഹി, ആത്മാവിന്
മലിനതയില്ലാതെ കാക്കാൻ കഴിയുള്ളൂ. ദൈവവചനത്തിന്റെ അഗാധമായിരിക്കുന്ന അവബോധം അകത്ത് കിട്ടുന്നില്ലെങ്കിൽ കേൾക്കുന്നതിനെല്ലാം ആമേൻ പറയേണ്ടവരും നമ്മൾ. മനസ്സിലായോ? കേരളത്തിൽ അങ്ങ് വിദേശ നാടുകൾ ഇറക്കുമതി ചെയ്യുന്ന ദുരുപദേശ പരമ്പരകൾ പരക്കെ പ്രകടമാക്കപ്പെടുന്നുണ്ട്, പ്രചരിക്കപ്പെടുന്നുണ്ട്. കാട്ടുതീ പോലെ കത്തി അമരുന്നുണ്ട് എല്ലാ മേഖലകളിലും. നൂതനമായ പ്രവണതകളുടെ പിന്നാലെ ഹൊയ് ഹൊയ് പാടിപ്പോകുന്ന ആളുകൾക്ക് ഇതെന്തുവാ, ഇത് എവിടുന്നൊന്നും തിരക്കണ്ട, ഇന്നാര് പറഞ്ഞു നമുക്കതിന്റെ കൂട്ടത്തിൽ പാടാമെന്ന് പറഞ്ഞ് പിന്നാലെ പോകുമ്പോൾ നമ്മുടെ പിതാമഹന്മാർ നമുക്ക് നൽകി തന്ന സത്യവേദോപദേശത്തിന്റെ ആ ട്രാക്കിൽ നിന്ന് ഗതിമാറാതെ അരിമമണവാളന്റെ വരവിന് വേണ്ടി നിൽക്കുവാൻ നമുക്ക് കഴിയണം. വിശുദ്ധിയുടെ ഉപദേശം കാലഹരണപ്പെട്ടൊരു കാലമാണിത്. വേർപാടിന്റെ ഉപദേശം കാലഹരണപ്പെട്ടൊരു കാലമാണിത്. എങ്ങനെയും എന്തുമാകാമെന്നൊരു സ്ഥിതി. പാട്ടും പ്രാർത്ഥനയും ആരാധനയും നൃത്ത ചുവടുകളും ഉണ്ടോ, കാര്യം ഭംഗിയായി എന്ന് ചിന്തിക്കുന്ന ഒരു കാലമാണിത്. പക്ഷേ അതൊന്നുമല്ല കർത്താവിന് ആവശ്യം. നിന്റെ ദേഹത്തിന് അഴുക്ക് പറ്റരുത്, നിന്റെ ദേഹി മലിനമായി പോകരുത്, നിന്റെ ആത്മാവ് അഭജമാകരുത്. ഇത് മൂന്നിനെയും കൃപയിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ കർത്താവിനോടൊപ്പം നമുക്ക് സമാഗമിക്കാം. കിണറ്റുകരയിലുള്ള നല്ല കല്ലിൽ എടുത്തു നിർത്തി കുഞ്ഞിനെ കുളിപ്പിച്ച ഒരു അമ്മയെ സങ്കല്പിച്ചു നോക്കൂ. സങ്കല്പിക്കേണ്ട, നമ്മളൊക്കെ അത് ചെയ്യാറുള്ളതല്ലേ. കിണറ്റുകരയിൽ നല്ല പ്രതലത്തിൽ നിർത്തി കുളിപ്പിച്ചു കുസൃതിക്കുട്ടൻ കുഞ്ഞിനെ. കുളിപ്പിച്ചിട്ട് അമ്മ നന്നായിട്ട് കഴുകി കല്ലിലോട്ട് കയറ്റി നിർത്തിട്ട് പറഞ്ഞു, മമ്മി തോർത്തിങ്ങോട്ട് എടുത്തോണ്ട് വരട്ടെ, ഇവിടെ നിന്നോണം, ഇറങ്ങരുത് മണ്ണിലോട്ട്, ഇറങ്ങി ഞാൻ അടി തരുമെന്ന് പറഞ്ഞ് അവിടെ വിരട്ടി നിർത്തി. എന്നിട്ട് തോർത്തെടുക്കാൻ അങ്ങോട്ട് തിരിഞ്ഞ നേരം കൊണ്ട് ഇവൻ അവിടെ കണ്ട് നിൽക്കൂ. അവനിറങ്ങിയോളോ ഒറ്റ ഓട്ടം. തോർത്തെടുത്തതല്ല, കൊച്ചിന്റെ തല തുടയ്ക്കാൻ അവന്റെ പുറകെ നടക്കുക. വീടിന് വട്ടം ഓടിയിട്ടില്ലേ, പിന്നെ ഓടിയിട്ടുണ്ടോന്ന്. ഇപ്പോഴും നമുക്ക് സ്ഥിരം കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയല്ലേ. കൊച്ചുമക്കളെയൊക്കെ പുറകെ അമ്മച്ചിമാര് തോർത്തും കൊണ്ട് ഓടുന്ന ഓട്ടം എത്ര ഭയങ്കരമാണ്. ചുരുക്കി പറഞ്ഞാൽ എവിടെങ്കിലും കൊണ്ടിട്ട് ഇവനെ പിടിച്ച് വലിച്ചെടുത്ത് തോർത്താൻ തുടങ്ങുമ്പോഴാണ് സംഗതി മനസ്സിലായത്. കൈയും കാലും എല്ലാം പൊടി പറ്റി, ഓടിയ വഴിക്ക് ചെളിയും മണ്ണും എല്ലാം പറ്റി. അപ്പൊ അമ്മച്ചിയുടെ ഗദ്ഗത, നല്ലപോലെ ഉളിപ്പിച്ച കൊച്ചന്റെ പകുതി കണ്ടോ, ഞാൻ അട്ടിയാൻ തരുമെന്നൊക്കെ പറഞ്ഞ് പിന്നെയും വരട്ടി അതേ കല്ലെ കൊണ്ടു നിർത്തി കുളിപ്പിച്ച പിന്നെ തോർത്താൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഇതൊരു സാധാരണ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലൊരു ക്രിയ കർത്താവ് ചെയ്തത്. പാപ പങ്കത്തിൽ ചെളിക്കകത്ത് കിടന്നുരണ്ട എന്നെയും നിങ്ങളെയും തന്റെ ചങ്കിൽ രക്തം കൊണ്ടവൻ കഴുകി വെടിപ്പാക്കി, സമസ്തവുമായി വെടിപ്പാക്കിയിട്ട് ക്രിസ്തു എന്ന പാറമിൽ നമ്മെ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ ഇവിടെ നിന്നോണം. ദേഹത്തിന് നീ അഴുക്ക് പറ്റിക്കരുത്, ദേഹി മലിനമായി പോകരുത്, ആത്മാവ് അഭജമായി പോകരുത്. ഞാൻ വന്ന് നിന്നെ ചേർത്തുകൊള്ളും എന്റെ അരിയിൽ, അതുവരെ ഇവിടെ നിന്നോണമെന്ന് പറഞ്ഞ് ആ പാറമേൽ നിർത്തിയിട്ട് പോയതാ. പാറയിൽ നിന്ന് ഇറങ്ങിയോ ഇല്ലയോ എന്ന് ഇന്ന് രാത്രി മനസാക്ഷിയോട് നീ ചോദിച്ചാൽ മതി. ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ മലിനത നിന്നിലേക്ക് വന്നുകൂടിയിട്ടുണ്ട്. ലോകമഹിത്വത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അശുദ്ധി പറ്റിയിട്ടുണ്ട്. അപ്പോഴാണ് ഈ വചനത്തിന്റെ പ്രസക്തി. ദേഹവും ദേഹിയും ആത്മാവും അനന്യമായി കാക്കപ്പെടണം എന്നുവരെ, പ്രത്യക്ഷത വരെ. മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ചു. ചുമ്മാ പാട്ടും പ്രാർത്ഥനയും കൊണ്ട് കൃഷി ജീവിതം നയിച്ചങ്ങനെ പോയാൽ പുനരാഗമനത്തിൽ എടുക്കപ്പെടുമെന്നുള്ള ചിന്ത മൗഢ്യമാണെന്ന് തിരിച്ചറിയുക. വിശുദ്ധി പ്രാപിച്ച പോരാ, വിശുദ്ധരായ പോരാ ദൈവമക്കൾ. പിന്നെ 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 1-ാം വാക്യം, അവിടെ വിശുദ്ധരാകാനല്ല വാക്യം, പിന്നെ വിശുദ്ധിയിൽ തികഞ്ഞവരാകാനാണ്. സ്വതന്ത്രം പറയാൻ പോലെ 31,173 വാക്യങ്ങളുണ്ട് വേദപുസ്തകത്തിൽ എന്ന മലയാളത്തിൽ. 31,173, 31,172 വാക്യം ഇംഗ്ലീഷിലുണ്ട്. ഈ വാക്യങ്ങളുടെ സാഗരത്തിനിടയിൽ ഒറ്റ വാക്യമേ തികയാൻ പറഞ്ഞിട്ടുള്ളൂ. ഏത് കാര്യത്തിൽ? വിശുദ്ധിയിൽ തികയാൻ പറഞ്ഞിട്ടുള്ളൂ. വിശുദ്ധിയിൽ തികഞ്ഞവരാകുക എന്ന് പറഞ്ഞിട്ടുള്ളത് 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 1-ാം വാക്യം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ആകയാൽ പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ഇപ്പോൾ ജഡത്തിലെയും പിന്നെ